അവൻ ബഹുമാനിച്ച് ആദരിച്ച മനുഷ്യനാക്കി നമ്മൾ സൃഷ്ടിച്ചു അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. അതിനുമുപരി മുസ്ലിമീങ്ങളാക്കി നമ്മളെ കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ്. അതിനുമുപരി അവന്റെ ഹബീബും ലോക നേതാവുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൈർ ഉമ്മത്തിലായി, അവിടുത്തെ ഉത്തമ സമുദായത്തിലായി നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന മഹാനായിരിക്കുന്ന ശൈഖുന നൂരി ഷാഫി ഖബ്ബലല്ലാഹു റഹ്മഹു. അവരും അവരുടെ മുൻഗാമികളായ മശായിഖുമാരിൽ നമ്മുടെ ശൈഖുന ഖുത്ബുൽ മശായിഖ് ആരിഫുദ്ദീൻ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മഹാനവറുകൾ, അവരുടെ ശൈഖും പിതാവുമായ വന്യരായ എൻ്റെ പിതാവിൻ്റെ ശൈഖുമായ നൂറുൽ മശായിഖ് സയ്യിദ് നൂരി ഷാഹ് ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മഹാനവറുകൾ, അവര് നമ്മുടെ ഈ ഒരു പാതയിലേക്ക്, അവരുടെ വഴിയിലേക്ക് നമ്മളെ അണച്ചു പിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ തുടക്കത്തിൽ പറഞ്ഞ ഈ ഹംദ് പോലും നമുക്ക്, അതിന്റെ വില പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൂട്ടലിൽ നമ്മൾ വിട്ടുപോകുമായിരുന്നു. ഇത് നമ്മള് പുറത്തെ സദസ്സുകളൊക്കെ എടുത്തു നോക്കിയാൽ മതി. ശൈഖുനാഥങ്ങളെ വരവ് ഉപദേശിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു തവറുക്കിന് മാത്രം വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കുകയാണ്. നമ്മൾ പുറത്തെ സദസ്സുകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. ഈ ഒരു ശൈലിയിലായിരിക്കും ഉണ്ടാവുക. ഇത് പുറത്തെ സദസ്സുകൾക്ക് ഇതൊരു അത്ഭുതമാണ്. ഇതെന്തൊരു ശൈലിയാണ്, ഇതെന്താണ് സംഗതി മനസ്സിലാവുന്നില്ല. മനുഷ്യനാക്കി അൽഹംദുലില്ലാഹ്, മുസ്ലിം ആക്കി അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാക്കി അൽഹംദുലില്ലാഹ്. ഇതെന്താ സംഗതി എന്ന് പോലും, ഇതിന്റെ ഒരു പറഞ്ഞു കേട്ടിട്ട് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കൂട്ടരും മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അപ്പുറത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ വില മനസ്സിലാക്കുന്നത് ശൈഖ് നമ്മളെ ഈ വഴിയിൽ കൊണ്ടുവന്ന് ഇതിന്റെ ഓരോ യാഥാർത്ഥ്യം നമുക്ക് ഓടിത്തരുമ്പോഴാണ്. വന്യരായ ഉസ്താദ് യൂസുഫ് നിസാമി ഷാദുൽ മഹാനവറുകൾ എപ്പോഴും നിർത്താറുള്ളത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നമുക്കുള്ള ഒരു 1400 വർഷത്തെ അകല, ആ ഒരു ദൂരം. അതുപോലെ തന്നെ മദീന, മലബാർ, കേരള നാട്, മലയാള നാടുമായിട്ടുള്ള ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ ദൂരം. ഈ ദൂരം ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുഗന്ധം അനുഭവിക്കാൻ ഇവിടെ കഴിയുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മളെ ഹംദ് ചെയ്ത് തീർക്കണം മുഅ്മിനീങ്ങളെ. മദീന മണ്ണിൻ റൂഹവരെ ഹഖീഖത്തൊന്നറിഞ്ഞിടണം. ദൂരം നൂറ്റാണ്ടുകൾ താണ്ടി ശ്വസിച്ചിടണം ഹബീബവരെ. വഅലമു അന്ന ഫീകും റസൂൽ ഉണർത്തിയതും ഹബീബവരാ. നൂരി ഷാസാനിൻ കരമേ മുത്തുമ്പോളാമണമാ. അരീഫാം തിങ്കളെ കരമേ മുത്തുമ്പോളാമണമാ. ഇവരെ കയ്യൊന്നും മുത്തുമ്പോൾ തന്നെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇതതിനൊക്കെ വെച്ച് നമ്മൾ ഈ ഇതുവരെ പഠിച്ച് മനസ്സിലാക്കി വന്ന ഈ ദൂരങ്ങളുടെ യാഥാർത്ഥ്യം, ഈ കാലങ്ങളുടെ യാഥാർത്ഥ്യം, അതിന്റെ മേലെയാണ് ഈ യാഥാർത്ഥ്യം. അതിലുള്ളതെന്നാണ് ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ നൂറ് തന്നെയാണ്. അത് സ്വഹാബത്ത് എങ്ങനെ അനുഭവിച്ചോ ആ പ്രവർത്തനം, ആ ഒരു അനുഭവം ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇപ്പൊ പറയാറുണ്ട്,
അവസ്ഥകൾ ഒരിക്കലും എന്തായിട്ടില്ല, മാറിയിട്ടില്ല. സഹാബത്തിന് ലഭിച്ച എല്ലാ ഹാലുകളും അവസ്ഥകളും സ്വഹാബി അതിനെ പരിപൂർണമായി പിൻപറ്റിയ ഒരാൾക്ക് സ്വഹാബത്തിന്റെ അതേ അവർ അനുഭവിച്ച ഹാലുകൾ അനുഭവിക്കാൻ കഴിയും. അവരുടെ ദർജകൾ കൃത്യമായിരിക്കില്ല. അവരുടെ കാലിന്റെ ചുവട്ടിലെ മണത്തരികൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല, ഒരു കുത്തുബും ഒരു വലിയ എത്തൂല. എന്നാലും അവരുടെ അവസ്ഥകൾ എന്തുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തന്നെയാണ് ഇപ്പോഴും